വെറും കൈയോടെ ഇറങ്ങിത്തിരിച്ച ഒരു മനുഷ്യൻ എങ്ങനെയാണ് ലോകം കണ്ട ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിലൊന്ന് കെട്ടിപ്പടുത്തത് എന്ന് നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വെറും പ്രതികാരം മാത്രമായിരുന്നില്ല ചാണക്യന്റെ കൈമുതൽ, മറിച്ച് പണം എങ്ങനെ ഉണ്ടാക്കണം, അതെങ്ങനെ വളർത്തണം എന്ന കൃത്യമായ ബോധ്യമായിരുന്നു. നിങ്ങൾ ഇന്നനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റാൻ ആധുനിക ഇക്കണോമിക്സ് പുസ്തകങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളെ സഹായിക്കാൻ പോകുന്നത് ചാണക്യന്റെ ഈ 5 രഹസ്യങ്ങളാണ്. പണമില്ലാത്തവന് പച്ചവെള്ളം പോലും ആരും കൊടുക്കില്ല എന്ന് അന്നേ പറഞ്ഞ ചാണക്യന്റെ ആ സാമ്പത്തിക തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ 5ാമത്തെ രഹസ്യം നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണുക. ചാണക്യൻ അഥവാ കൗടില്യൻ. നമ്മളിൽ പലരും അദ്ദേഹത്തെ കുടിലതന്ത്രങ്ങളുടെ ആശാൻ എന്ന നിലയിലാണ് അറിയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അദ്ദേഹം ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു. ലോകം ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവായി ആഡം സ്മിത്തിനെ കാണുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് ചാണക്യൻ അർത്ഥശാസ്ത്രമെന്ന മഹാകൃതി രചിച്ചു. മഗധയിലെ നന്ദരാജാവിനാൽ അപമാനിതനായി കൊട്ടാരത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ആ നിമിഷം ചാണക്യൻ തന്റെ ശിഖ അഴിച്ചിട്ടുകൊണ്ട് ഒരു ശപഥമെടുത്തു: നന്ദവംശത്തെ വേരോടെ പിഴുതെറിഞ്ഞ ശേഷമേ ഇത് തിരികെ കെട്ടുകയുള്ളൂ എന്ന്. തന്റെ ബുദ്ധിശക്തി കൊണ്ട് ദരിദ്രനായ ഒരു ബാലനെ ചക്രവർത്തിയാക്കി മാറ്റിയ ചാണക്യന്റെ സാമ്പത്തിക സൂത്രങ്ങൾ കേവലം ഭരണതന്ത്രങ്ങൾ മാത്രമല്ല, നമ്മുടെ പേഴ്സിൽ പണം നിറയ്ക്കാനുള്ള വഴികൾ കൂടിയാണ്. സമ്പത്ത് എന്നതൊരു ലക്ഷ്യമല്ല, മറിച്ച് ധർമ്മം നടപ്പിലാക്കാനും സുരക്ഷിതമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാനുമുള്ള ഉപാധിയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള 5 രഹസ്യങ്ങൾ. സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള 1ാമത്തെ രഹസ്യം തുടങ്ങുന്നതിനു മുൻപുള്ള കൃത്യമായ ആസൂത്രണമാണ്. ഇതിനെ നമുക്ക് കുശപ്പുല്ല് തന്ത്രം എന്ന് വിളിക്കാം. ഒരിക്കൽ ചാണക്യൻ നടന്നുപോകുമ്പോൾ വഴിയരികിലെ കുശപ്പുല്ലിൽ തട്ടി അദ്ദേഹത്തിന്റെ കാല് മുറിഞ്ഞു. സാധാരണ ഒരാളാണെങ്കിൽ ആ പുല്ലിനെ ശപിച്ച് അവിടെ നിന്ന് പോയേനെ. എന്നാൽ ചാണക്യൻ ചെയ്തത് മറ്റൊന്നായിരുന്നു. അദ്ദേഹം ആ പുല്ലിന്റെ വേരുകളിൽ മധുരമൊഴിച്ചു. എന്തിനാണെന്ന് ചോദിച്ചവരോട് അദ്ദേഹം പറഞ്ഞു, ഈ മധുരം തേടി ഉറുമ്പുകൾ വരും, അവ ഈ പുല്ലിന്റെ വേരുകൾ തിന്നു തീർക്കും, അതോടെ ഈ വഴി എന്നും സുരക്ഷിതമാകുമെന്ന്. നമ്മുടെ സാമ്പത്തിക ജീവിതത്തിലും ഇത് ബാധകമാണ്. എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനു മുൻപിൽ അതിന്റെ വേരുകൾ പരിശോധിക്കുക. അതായത് ആ കമ്പനിയുടെ ലാഭം എത്രയാണ്, കടം എത്രയാണ് എന്ന് നോക്കണം. പ്ലാനിംഗ് ഇല്ലാതെ നിക്ഷേപിക്കുന്നത് കടൽ കാണാതെ കപ്പൽ ഇറക്കുന്നത് പോലെയാണെന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. 2ാമത്തെ രഹസ്യം സ്വന്തം ശേഷി അറിഞ്ഞ് പ്രവർത്തിക്കുക എന്നതാണ്. ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, ഒരാനയ്ക്ക് കൊടുക്കാൻ കഴിയുന്ന ഭക്ഷണം മാത്രമേ ഒരു സിംഹവും പ്രതീക്ഷിക്കാവൂ എന്ന്. നമ്മൾ മലയാളികളുടെ പ്രധാന പ്രശ്നമെന്താണെന്നറിയാമോ? അയൽക്കാരൻ പുതിയൊരു കാറ് വാങ്ങിയാൽ അല്ലെങ്കിൽ ആരെങ്കിലും 100 പൗണ്ട് കല്യാണം നടത്തിയാൽ ഉടനെ ലോൺ എടുത്ത് അത് അനുകരിക്കാൻ നമ്മൾ ഓടും. വരുമാനത്തേക്കാൾ കൂടുതൽ ചെലവാക്കുന്നവനെ കാലം ദരിദ്രനാക്കുമെന്നതാണ് ചാണക്യന്റെ പാഠം. ശമ്പളം കൂടുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇൻവെസ്റ്റ്മെന്റ് കൂട്ടുകയാണ്, അല്ലാതെ കാറിന്റെ മോഡൽ മാറ്റുകയല്ല. നിങ്ങളുടെ ശേഷി എത്രയാണോ അതിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രം ജീവിക്കുക. കടം വാങ്ങി നെയ് കുടിക്കുന്ന ശീലം ചാണക്യന്റെ നിഘണ്ടുവിലില്ല. നിങ്ങൾ എത്ര സമ്പാദിക്കുന്നു എന്നതിനേക്കാൾ എത്ര ലാഭിക്കുന്നു എന്നതാണ് നിങ്ങളെ സമ്പന്നനാക്കുന്നത്. 3ാമത്തെ രഹസ്യം പണം അർഹതയുള്ള സ്രോതസ്സുകളിൽ മാത്രം നിക്ഷേപിക്കുക എന്നതാണ്. ഇതിനെ ചാണക്യൻ മേഘങ്ങളോടാണ് ഉപമിക്കുന്നത്. സമുദ്രത്തിലെ ഉപ്പുവെള്ളം മേഘങ്ങൾ വലിച്ചെടുത്ത് മഴയായി പെയ്യുമ്പോൾ അത് മധുരമുള്ള കുടിവെള്ളമായി മാറുന്നു. ഇതുപോലെ നിങ്ങളുടെ സമ്പത്തും ശരിയായ കൈകളിലെത്തിയാൽ അത് ഇരട്ടിയായി വളരും. എന്നാൽ അത് തെറ്റായ കൈകളിലെത്തിയാൽ കടലിലെ ഉപ്പുവെള്ളം പോലെ ഉപയോഗശൂന്യമായി മാറും. പെട്ടെന്ന് പണം ഇരട്ടിയാക്കാമെന്ന് പറഞ്ഞുവരുന്ന അൺറെഗുലേറ്റഡ് സ്കീമുകളിലോ ഹോട്ട് ടിപ്സുകളിലോ വീഴരുത്. ഗവൺമെന്റ് അംഗീകരിച്ച മ്യൂച്വൽ ഫണ്ടുകളിലോ സ്വർണത്തിലോ ഭൂമിയിലോ പണം നിക്ഷേപിക്കുക. വിശ്വാസമുള്ള സ്ഥാപനങ്ങളിൽ മാത്രം പണമിടുക. ചാണക്യന്റെ ഭാഷയിൽ പറഞ്ഞാൽ പാത്രമറിഞ്ഞു മാത്രം ദാനം ചെയ്യുക. 4ാമത്തെ രഹസ്യം ക്ഷമയും ലക്ഷ്യബോധവുമാണ്. ചാണക്യനും ചന്ദ്രഗുപ്തനും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ടു ഓടുമ്പോൾ വിശന്ന് വിയർത്തു ഒരു വീട്ടിൽ ചെന്നു. അവിടെ ഒരു അമ്മ തന്റെ മകന് ചൂടുള്ള കഞ്ഞി വിളമ്പുന്നുണ്ടായിരുന്നു. വിശപ്പ് സഹിക്കാനാവാതെ കുട്ടി കഞ്ഞിയുടെ നടുവിൽ തന്നെ കൈയിട്ടു. കൈ പൊള്ളി. അപ്പോൾ ആ അമ്മ പറഞ്ഞു, മകനെ, നീ ചാണക്യനെപ്പോലെ പെരുമാറരുത്. കഞ്ഞിയുടെ ചൂട് കുറഞ്ഞ വശങ്ങളിൽ നിന്ന് പതുക്കെ കഴിച്ചു തുടങ്ങണമെന്ന്. ഇത് കേട്ട ചാണക്യന് തന്റെ തെറ്റ് മനസ്സിലായി. പെട്ടെന്നൊരു വലിയ തുക നിക്ഷേപിച്ച് കോടീശ്വരനാകാൻ നോക്കുന്നവർക്ക് പലപ്പോഴും കൈപൊള്ളാറുണ്ട്. പകരം ചെറിയ തുകകൾ മാസങ്ങൾ കൊണ്ട് നിക്ഷേപിക്കുന്നത് ചാണക്യന്റെ ഈ വശങ്ങളിൽ നിന്ന് തുടങ്ങുക എന്ന തന്ത്രമാണ്. ഇതിനെയാണ് ഇന്ന് നമ്മൾ SIP എന്ന് വിളിക്കുന്നത്. ലക്ഷ്യം നിശ്ചയിക്കാത്ത ഒരാൾക്കൊരിക്കലും വിജയിക്കാൻ കഴിയില്ല. 5ാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ രഹസ്യമാണ് തേനീച്ച തത്വം. ഒരു തേനീച്ച എങ്ങനെയാണ് പൂക്കളിൽ നിന്ന് തേൻ ശേഖരിക്കുന്നത്? പൂവിനൊരു പോറൽ പോലും ഏൽപ്പിക്കാതെ അത് തേൻ കൊണ്ടുപോകും. ഇതുപോലെയാണ് നിങ്ങളും സമ്പാദിക്കേണ്ടത്.
നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കാത്ത രീതിയിൽ ഓരോ മാസവും ഒരു തുക കൃത്യമായി മാറ്റിവെക്കുക. അതോടൊപ്പം ചാണക്യൻ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. അമിതമായ ഒന്നും നല്ലതല്ല. സീതയുടെ അമിതമായ സൗന്ദര്യവും രാവണന്റെ അമിതമായ അഹങ്കാരവും നാശത്തിന് കാരണമായി. ഇൻവെസ്റ്റ്മെന്റിൽ എല്ലാം കൂടി കൊണ്ടുപോയി ഒരു ബിസിനസ്സിലോ സ്വർണത്തിലോ മാത്രമിടരുത്. പണം പലയിടത്തായി നിക്ഷേപിക്കുക. വിപണിയിൽ ഒരു വശത്ത് തകർച്ചയുണ്ടായാലും മറുവശത്ത് നിങ്ങളുടെ പണം സുരക്ഷിതമായിരിക്കും. ഇന്നത്തെ കാലത്ത് ഈ തന്ത്രങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യാം? ഇതൊക്കെ ഇന്നത്തെ കാലത്ത് നടക്കുമോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ഒരു ഉദാഹരണം പറയാം. നമ്മുടെ നാട്ടിൽ പലരും ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് പണമുണ്ടാക്കും. എന്നിട്ട് നാട്ടിൽ വന്ന് വലിയൊരു വീട് വയ്ക്കും. വീടുപണി കഴിയുമ്പോഴേക്കും കയ്യിലെ സമ്പാദ്യം തീരും. പിന്നെയും ലോൺ എടുക്കേണ്ടി വരും. ഇതാണ് നമ്മൾ ചെയ്യുന്ന വലിയ അബദ്ധം. ചാണക്യൻ ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം പറയുമായിരുന്നു, ആദ്യം പണം വളരുന്ന ഇടങ്ങളിൽ നിക്ഷേപിക്കൂ, അതിൽ നിന്നുള്ള ലാഭം കൊണ്ട് വീട് വയ്ക്കൂ എന്ന്. പണം വെറുമൊരു കടലാസല്ല, അതൊരു വളമാണ്. അത് ശരിയായ മണ്ണിലിട്ടാൽ മാത്രമേ നിങ്ങൾക്ക് തണൽ കിട്ടൂ. അതുകൊണ്ട് ഇന്ന് തന്നെ ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കി തുടങ്ങുക. ഇൻഷുറൻസ് എടുക്കുക. ഒരു നല്ല ഫിനാൻഷ്യൽ അഡ്വൈസറെ കണ്ടെത്തുക. ഇതാണ് ചാണക്യൻ പറയുന്ന ആധുനിക അർത്ഥശാസ്ത്രം. സാധാരണ തെറ്റുകൾ. നമ്മൾ പണം കളയുന്ന 3 വഴികൾ ചാണക്യൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. 1. അറിവില്ലാത്ത കാര്യങ്ങളിൽ നിക്ഷേപിക്കുന്നത്. 2. ആർഭാടത്തിനു വേണ്ടി കടം വാങ്ങുന്നത്. 3. എല്ലാം നാളെ ചെയ്യാമെന്ന് കരുതി മാറ്റിവെക്കുന്നത്. അലസതയാണ് ദാരിദ്ര്യത്തിന്റെ പിതാവ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ മീൻ കുടിക്കുന്നുണ്ടോ എന്ന് ആരും അറിയാത്തതുപോലെ പണം കൈകാര്യം ചെയ്യുന്നവന്റെ അഴിമതിയും ആരും അറിയില്ലെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. അതുകൊണ്ട് സ്വന്തം പണത്തിന്റെ ഉത്തരവാദിത്വം മറ്റാരെയും ഏൽപ്പിക്കാതെ സ്വയം ഏറ്റെടുക്കുക. ആപത്ത് കാലത്തേക്ക് പണം കരുതാത്തവൻ അവസാനം എല്ലാവരാലും ഉപേക്ഷിക്കപ്പെടും എന്ന കൈപ്പേറിയ സത്യം മറക്കരുത്. അവസാനമായി ഒരു കാര്യം കൂടി. ചാണക്യൻ അന്ന് തന്റെ ശിഖ അഴിച്ചിട്ടത് വെറുമൊരു ദേഷ്യത്തിനല്ല, മറിച്ച് ഒരു മാറ്റത്തിനു വേണ്ടിയായിരുന്നു. അദ്ദേഹത്തിനത് സാധിക്കുമെങ്കിൽ നിങ്ങൾക്കും സാധിക്കും. നിങ്ങളുടെ ദാരിദ്ര്യത്തോടും നിങ്ങളുടെ കടബാധ്യതകളോടും ഒരു ശപഥം ചെയ്യുക. ഇന്നു മുതൽ ഞാൻ എന്റെ പണത്തിന്റെ യജമാനനാകും, അടിമയാകില്ല. ചാണക്യന്റെ ആ 5 രഹസ്യങ്ങൾ ഒരിക്കൽ കൂടി ഓർക്കാം. ആസൂത്രണം, ശേഷി തിരിച്ചറിയൽ, ഗുണമേന്മയുള്ള നിക്ഷേപം, ലക്ഷ്യബോധം, പിന്നെ അച്ചടക്കം. ഈ പാത പിന്തുടർന്നാൽ സമ്പത്ത് നിങ്ങളെ തേടിവരും. നിങ്ങൾ ഇന്നെടുക്കുന്ന ചെറിയൊരു തീരുമാനം, ഒരുപക്ഷെ ഒരു മാസത്തിൽ 500 രൂപ മാറ്റിവെക്കുന്നത് പോലും നിങ്ങളുടെ ഭാവി മാറ്റിമറിക്കും. ചാണക്യന്റെ ബുദ്ധിയോടെ നമുക്ക് മുന്നേറാം. വിജയത്തിലേക്ക്, ഐശ്വര്യത്തിലേക്ക്. നന്ദി.